മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുത്തശ്ശിയുടെ ഫോൺ ഹാക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അറിഞ്ഞ അലീനയുടെ വോയിസ് മാത്രം വിശ്വസിക്കാതെ നീലഗിരിയിൽ പോയി വൈജയുടെ സഹോദരൻ, അതായത് ഗംഗാധരനും ഭാര്യ മാലതിയുടെയും വായിൽ നിന്ന് തന്നെ സത്യം മനസ്സിലാക്കിയതിന് ശേഷം തിരികെ വരുന്നുണ്ട്. തൻ്റെ ജീവിതം നശിപ്പിച്ചവരോടുള്ള പ്രതികാരം വീട്ടാനായിട്ടാണ് വരുന്നത്. ബാലേന്ദ്രൻ്റെ വരവ് കണ്ടാൽ തന്നെ അറിയാം മാനസികമായി അയാൾ തകർന്നു നിൽക്കുകയാണെന്ന്. ബാലേന്ദ്രൻ്റെ മുറി എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലിരിക്കുന്ന തോക്ക് ബാലേന്ദ്രൻ്റെ ഫോട്ടോയ്ക്കും അതിനുശേഷം വൈജയുടെ ഫോട്ടോയ്ക്കും ചൂണ്ടുന്നു. അതിനുശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് വൈജയുടെ നെറ്റിക്ക് തോക്ക് ചൂണ്ടി നിൽക്കുന്ന ബാലേന്ദ്രനെ തന്നെയാണ്. ബാലേന്ദ്രൻ, നിനക്കൊരു ശിക്ഷ വിധിക്കാൻ പോകുകയാണ്. നിൻ്റെ അഹങ്കാരം, നിൻ്റെ നിന്ദ, നിൻ്റെ ജാടയ്ക്കും ഒരു ശിക്ഷ വിധിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തോക്ക് ചൂണ്ടി നിൽക്കുന്നു. ആ സമയത്താണ് അലീന മേളിലേക്ക് കയറി വരുന്നത്. വൈജയന്തിയുടെ നെറ്റിക്ക് തോക്ക് ചൂണ്ടി നിൽക്കുന്ന ബാലനെ കണ്ടിട്ട് അലീന പൊട്ടിക്കരയുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട്. വൈജയാണെങ്കിൽ യാതൊരു മറുപടിയും പറയുന്നില്ല. വൈജയ്ക്ക് ചില സംശയങ്ങൾ തോന്നുന്നു. ബാലേന്ദ്രൻ തൻ്റെ പൂർവ്വകാല ചരിത്രങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ള സംശയം. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ബാലേന്ദ്രൻ വൈജയന്തിയെ അലീനയെ യാതൊന്നും ചെയ്യുന്നില്ല. അയാളുടെ മാനസിക പ്രയാസം കൊണ്ട് ആകാം അയാൾക്കാണ് അപകടം പറ്റി താഴെ വീഴുന്നത്. ബാലേന്ദ്രന് അറ്റാക്ക് പോലെ എന്തോ വന്നു. അങ്ങനെ ആംബുലൻസ് വന്ന് ബാലേന്ദ്രനെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ശേഷം നമ്മുടെ അലീനയും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അലീനയും വൈജയന്തിയും ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്തായാലും കാറിൽ വരുന്ന സമയത്ത് തന്നെ ബാലേന്ദ്രൻ ഒരു കാര്യം മുന്നേ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ചത്തു കിടക്കുമ്പോൾ നമ്മുടെ നെഞ്ചത്ത് കയറി നൃത്തം ചെയ്യാൻ മടിക്കാത്തവരാണ് നമ്മുടെ കൂടെയുള്ളവർ, അതായത് ബന്ധുക്കൾ. യാതൊരു സ്നേഹവും മനസാക്ഷിയില്ലാത്തവരാണ്. നമ്മുടെ പതനം കാണാനാണ് അവരാഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ടോണിനാണ് ബാലേന്ദ്രൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും ഈ സമയം വരെയും വൈജയന്തിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അതായത് അലീന 23 വർഷങ്ങൾക്ക് മുമ്പ് താൻ പ്രസവിച്ച തൻ്റെ മകളാണെന്നുള്ള സത്യം ഇപ്പോഴും അറിഞ്ഞിട്ടില്ല.